ഇതുപോലെ ഒരു ചട്നി ഉണ്ടെങ്കിലേ ഇഡ്ഡലിയും ദോശയൊക്കെ തീരുന്ന വഴി അറിയില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 2 ടീസ്പൂൺ പൊട്ടുകടലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കൊരു ചെറിയ സവാള കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ സവാളയൊന്നും പകുതിയൊന്ന് വഴന്ന് വന്നാൽ മതി. ഇനി അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും 2 വറ്റൽമുളകുമാണ് ചേർത്ത് കൊടുത്തുള്ളത്. അതും കൂടെ എണ്ണയിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു തക്കാളിയുടെ പകുതി കൂടെ ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാകുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഓഫാക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുത്താൽ അടിപൊളി ചട്നി തയ്യാറായിട്ടുണ്ട് കേട്ടോ.